ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളായിട്ടുള്ള MG യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കേരള ആൻഡ് കണ്ണൂർ യൂണിവേഴ്സിറ്റികളിൽ PG അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് ഈ വിവരങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നിലവിൽ PG അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും ഓൺലൈൻ അപേക്ഷ സമയം കഴിയാനായി. അതേപോലെ ചില യൂണിവേഴ്സിറ്റികൾ ഓൾറെഡി ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഓരോ യൂണിവേഴ്സിറ്റികളിലും PG അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് നോക്കാം. അതായത് കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളുടെ കീഴിലുള്ള ഗവൺമെൻറ് എയ്ഡ്, അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജിൽ വിദ്യാർത്ഥികളുടെ ഡിഗ്രിയുടെ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള MG യൂണിവേഴ്സിറ്റിയുടെ PG അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് നോക്കാം. അതിൽ കേരളത്തിലെ ഏറ്റവും ആദ്യമായിട്ട് തന്നെ ട്രയൽ അലോട്ട്മെൻറ്റും കൂടാതെ ഫസ്റ്റ് അലോട്ട്മെൻറ്റും അതേപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റും പ്രസിദ്ധീകരിച്ച പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ് MG യൂണിവേഴ്സിറ്റി. അപ്പോൾ നിലവിൽ MG യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാറ്റസ് നോക്കാം. അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കൂടി നേരത്തെ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, അതായത് നിലവിൽ MG യൂണിവേഴ്സിറ്റിയിൽ PG അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ അപേക്ഷ നൽകിയ വിദ്യാർത്ഥികൾ ആരെങ്കിലും സെക്കൻഡ് അലോട്ട്മെൻറ്റ് പരിശോധിക്കുവാൻ ബാക്കിയുണ്ടെങ്കിൽ cap.mgu.ac.in എന്ന വെബ്സൈറ്റിൽ വന്ന് ഈ ഒരു ഹോം പേജിൽ വന്നതിന് ശേഷം വിദ്യാർത്ഥികൾക്കൂടെ ലോഗിൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ബന്ധപ്പെട്ട നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ടൈപ്പ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം. അതായത് രണ്ടാം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ 2/7/2024 അത് 4 മണിക്ക് മുമ്പായിട്ട് കോളേജുമായി ബന്ധപ്പെട്ട് പ്രവേശനങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. നിങ്ങൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കുക, നിങ്ങൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ മാൻഡേറ്ററി ഫീ അടക്കുക. അതായത് പൊതുവിഭാഗത്തിൽപ്പെട്ടവർ 1628 രൂപയും SC/ST വിഭാഗത്തിൽപ്പെട്ടവർ 50 രൂപയുമാണ് അടക്കേണ്ടത്. ഈ ഒരു ഫീസ്, അതായത് നേരത്തെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഓൾറെഡി ഫീസ് അടച്ച വിദ്യാർത്ഥികൾ പിന്നീട് അടക്കേണ്ട ആവശ്യമില്ല, ഒരു തവണ മാത്രമേ അടക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഈ ഒരു മാൻഡേറ്ററി ഫീ നിർബന്ധമായിട്ടും അടക്കാം. അതേപോലെ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, പെർമനൻറ്റ് അഡ്മിഷനോ അല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷനോ ഏതാണ് നിങ്ങൾ എടുക്കുന്നത്, അതിന് നിങ്ങൾക്ക് രണ്ടും ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റിലും വിദ്യാർത്ഥികൾക്ക് പെർമനൻ്റ് ആയിട്ടും അതുപോലെ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനായിട്ട് നിങ്ങൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മാൻഡേറ്ററി ഫീ അടക്കുക. അതിനുശേഷം നിങ്ങൾക്ക് മോഡ് ഓഫ് അഡ്മിഷൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ മോഡ് ഓഫ് അഡ്മിഷൻ നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് പെർമനൻ്റ് ആക്കാം അല്ലെങ്കിൽ ടെമ്പററി ആക്കാം. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ ഒന്നാമത്തെ ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷൻ തന്നെയാണ് എടുക്കുവാൻ സാധിക്കുള്ളൂ. അതേപോലെ തന്നെ ഒന്നാം ഓപ്ഷൻ അലോട്ട്മെൻറ്റ് ലഭിച്ചവരും അതേപോലെ തന്നെ നിലവിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച കോളേജിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിലും അത്തരത്തിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും കോളേജിൽ പോയിട്ട് പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കണം. അപ്പോൾ അത്തരത്തിലെ വിദ്യാർത്ഥികൾ ലാസ്റ്റ് ഡേറ്റ് നമ്മൾ പറഞ്ഞു 2/7/2024. അപ്പോൾ നിങ്ങൾ കോളേജിലോട്ട് പോകുന്ന സമയത്ത് കൃത്യമായിട്ട് കോളേജുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അതിനുശേഷം എല്ലാ സർട്ടിഫിക്കറ്റും ഒറിജിനലായിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ TC, കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, SSLC, +2 ഉൾപ്പെടെയുള്ള ഡിഗ്രി ഉൾപ്പെടെയുള്ള മുഴുവൻ സർട്ടിഫിക്കറ്റുകളുടെയും ഒറിജിനൽ എടുത്ത് നിങ്ങൾ കോളേജിലെ അഡ്മിഷൻ ഫീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട് നിങ്ങൾ കോളേജിൽ പോയിട്ട് പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടത്. ഡേറ്റ് ജൂലൈ 2 ഈ കാര്യം പ്രത്യേകിച്ച് ആർക്കെങ്കിലും അതിലെന്തെങ്കിലും കോളേജിൽ പോകുവാനുള്ള വ്യക്തമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഈ പറയുന്ന ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ കോളേജുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ക്ലാരിഫിക്കേഷനുകൾ വരുത്തേണ്ടതാണ്. ഇനി അതുപോലെ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും നിശ്ചിത സർവകലാശാല ഫീസ് ഓൺലൈൻ അടച്ച് ഏകജാലക പ്രവേശന പോർട്ടലിൽ നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മോഡ് ഓഫ് അഡ്മിഷനിൽ ടെമ്പററി അഡ്മിഷൻ എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അത് നിങ്ങൾ ചൂസ് ചെയ്താൽ മതി. അതേപോലെ കോളേജുമായി ബന്ധപ്പെട്ട് ജൂലൈ 2 വൈകുന്നേരം 4 മുമ്പായിട്ട് പ്രവേശനം ഉറപ്പാക്കും വേണം. ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളും നിർബന്ധമായിട്ടും മോഡ് ഓഫ് അഡ്മിഷൻ ടെമ്പററി എടുത്തു കഴിഞ്ഞാലും നിങ്ങൾ ഏത് കോളേജിലാണ് അഡ്മിഷൻ ലഭിച്ചിട്ട് ആ കോളേജുമായി നിങ്ങൾ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ടെമ്പററി അഡ്മിഷൻ നിങ്ങൾ കൺഫേം ചെയ്യണം. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ ടെമ്പററി അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ കോളേജിൽ ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി അതേപോലെ ഒന്നാം അലോട്ട്മെൻറ്റിൽ താൽക്കാലിക പ്രവേശനം എടുത്തവർക്ക് രണ്ടാം അലോട്ട്മെൻറ്റിലും അതേ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് തന്നെയാണെങ്കിൽ ഇത്തരക്കാർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവർ ജസ്റ്റ് അടുത്ത തേർഡ് അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്യുക. ഇത്രയും കാര്യമാണ് ഇവിടെ ശ്രദ്ധിക്കുന്നത്. ഇനി അതേപോലെ കൺഫർമേഷൻ സ്ലിപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുത്താലും അതേപോലെ ടെമ്പററി അഡ്മിഷൻ എടുത്താലും നിങ്ങൾക്ക് എടുത്തതിന് ശേഷം കോളേജിൽ അഡ്മിഷൻ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫർമേഷൻ സ്ലിപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതായത് നിങ്ങളുടെ പെർമനൻ്റ് ആണെങ്കിലും ടെമ്പററി ആണെങ്കിലും നിങ്ങൾക്ക് കൺഫർമേഷൻ സ്ലിപ്പ് ലഭിക്കും. അഥവാ വിദ്യാർത്ഥികളുടെ പ്രൊഫൈലിൽ കൺഫർമേഷൻ സ്ലിപ്പ് ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഏത് കോളേജിലാണോ അഡ്മിഷൻ എടുത്തിട്ട് ആ കോളേജുമായി ബന്ധപ്പെട്ട്
നിങ്ങളുടെ കൺഫർമേഷൻ സ്ലിപ്പ് നിങ്ങൾ കൺഫേം ചെയ്യേണ്ടത്. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതേപോലെ SC വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകർ ഈ വിഭാഗങ്ങൾക്കായുള്ള പ്രത്യേക അലോട്ട്മെൻറ്റ് ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് വരെ അവർക്ക് നിലവിൽ താൽക്കാലിക പ്രവേശനം തുടരാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിലും നിങ്ങൾക്ക് SC വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിന് സമയത്തും SC അലോട്ട്മെൻറ്റ് വന്നിട്ടില്ലെങ്കിൽ അവർക്ക് ടെമ്പററി ആയിട്ട് അഡ്മിഷൻ നിങ്ങൾക്ക് തുടരുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യമാണ് PG അഡ്മിഷനുമായി ബന്ധപ്പെട്ട് MG യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നിലവിൽ ഇനിയും ഏതെങ്കിലും വിദ്യാർത്ഥികൾ അപേക്ഷ കൊടുക്കുവാൻ ബാക്കിയുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി അതേപോലെ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യമാണ്, കമ്മ്യൂണിറ്റി മെറിറ്റ് റാങ്ക് ലിസ്റ്റ് ഓൾറെഡി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ കോളേജുമായി ബന്ധപ്പെട്ട് 6/7/2024 മുമ്പായിട്ട് പ്രവേശനം നടത്തണം. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നേരത്തെ PG അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ കമ്മ്യൂണിറ്റി കോട്ട ഏതെങ്കിലും ഒരു കോളേജിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ഈ റിസോഴ്സിന് തൊട്ടപ്പുറം കമ്മ്യൂണിറ്റി മെറിറ്റ് കോട്ട റാങ്ക് ലിസ്റ്റ് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് ഏത് കോളേജിലാണ് നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ട കൊടുത്തിട്ടുള്ളത് ആ കോളേജ് നിങ്ങളിവിടെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം അതിൻ്റെ പ്രോഗ്രാം സെലക്ട് ചെയ്യുന്നു, നിങ്ങൾ ഏതാണ് പ്രോഗ്രാം. അപ്പോൾ നിങ്ങൾ സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കോളേജിൻ്റെയും റാങ്ക് ലിസ്റ്റ് കാണാൻ സാധിക്കും. ഇപ്പോൾ ഏതെങ്കിലും വിദ്യാർത്ഥി കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ 6/7/2024 കോളേജുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിറ്റി കോട്ടയിൽ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടത്. ഈ ഒരു കാര്യം കൂടി MG യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് തൊട്ടടുത്ത മറ്റു യൂണിവേഴ്സിറ്റികളുടെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് നോക്കാം. ഇനി രണ്ടാമതായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ PG അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് നോക്കാം. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നേരത്തെ തന്നെ ഓൺലൈൻ അപേക്ഷ നൽകുകയും കഴിഞ്ഞ വർഷത്തേക്കാൾ ഉപരി ഒരുപാട് വിദ്യാർത്ഥികൾ ഈ വർഷവും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ PG അഡ്മിഷൻ, അതായത് ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫിനാൻസ് കോളേജിൽ PG അഡ്മിഷന് വിവിധ സബ്ജക്റ്റുകളിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അപേക്ഷ സമർപ്പിച്ച എല്ലാ വിദ്യാർത്ഥികളിലും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് പ്രകാരം ട്രയൽ അലോട്ട്മെൻറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി PG അഡ്മിഷനുമായി ബന്ധപ്പെട്ട് 4/7/2024 പ്രസിദ്ധീകരിക്കുക. ഇനി അതേപോലെ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷമുള്ള വിദ്യാർത്ഥികൾക്ക് എഡിറ്റ് ഓപ്ഷൻസും ജൂലൈ 4 ജൂലൈ 6 വരെ 4 മുതൽ 6 വരെ വിദ്യാർത്ഥികൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും. ഇനി അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി, അതേപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട PWD എന്നിങ്ങനെയുള്ള എല്ലാ കോട്ട റാങ്ക് ലിസ്റ്റും 9/7/2024 പ്രസിദ്ധീകരിക്കുക. ഇനി അതേപോലെ വളരെ പ്രധാനപ്പെട്ട ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിലവിൽ അനൗൺസ് ചെയ്ത പ്രകാരം 11/7/2024 PG അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ ഏകദേശം ട്രയൽ അലോട്ട്മെൻറ്റ് വരുമ്പോൾ തന്നെ വിദ്യാർത്ഥികൾക്ക് ഏകദേശം നിങ്ങളുടെ അഡ്മിഷൻ സാധ്യത നിങ്ങൾ ഇൻഡെക്സ് മാർക്ക് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് അലോട്ട്മെൻറ്റും അതേപോലെ ട്രയൽ അലോട്ട്മെൻറ്റ് ഡേറ്റ് നോട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും 4/7 ട്രയൽ അലോട്ട്മെൻറ്റും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 11/7 അപ്പോൾ എന്തായാലും ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വിദ്യാർത്ഥികളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഓരോ സ്റ്റെപ്പിലും, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സമയത്തും അതേപോലെ ട്രയൽ അലോട്ട്മെൻറ്റ് സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ഒരു ചാനൽ കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും അതേപോലെ ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് ഫോളോ ചെയ്യാത്തവരും ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ അപ്ഡേറ്റുകൾക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് നോക്കുവാനും ഉറപ്പെടുത്തുകയാണ്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രധാനമായിട്ടും ഇത്രയും ഈ സമയത്ത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ട്രയൽ അലോട്ട്മെൻറ്റ് എന്തായാലും 4/7/2024 പ്രസിദ്ധീകരിക്കും. അതിനുശേഷമാണ് വിദ്യാർത്ഥികൾ ഓരോ കാര്യം ചെയ്യേണ്ടത്. നമുക്ക് ആ സമയത്ത് കൃത്യമായിട്ട് വിദ്യാർത്ഥികളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി മൂന്നാമതായിട്ട് കേരളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയുള്ള കേരള യൂണിവേഴ്സിറ്റിയുടെ PG അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ PG അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അപേക്ഷ ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക, അതായത് 30/6/2024. അപ്പോൾ അത് ഇന്ന് 30-ാം തീയതിയാണ്. അപ്പോൾ ഇന്ന് വരെ വിദ്യാർത്ഥികൾ, ഇന്ന് വൈകിട്ട് വരെ വിദ്യാർത്ഥികൾക്ക് PG അഡ്മിഷൻ ആരെങ്കിലും അപേക്ഷ കൊടുക്കുവാൻ ബാക്കിയുണ്ടെങ്കിൽ അപേക്ഷ നൽകുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് അപേക്ഷ കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇൻഫോം ചെയ്യുക. അതേപോലെ അപേക്ഷ സമർപ്പിച്ച എല്ലാ വിദ്യാർത്ഥികളിലും ട്രയൽ അലോട്ട്മെൻറ്റ് നാളെ, അതായത് 1/7/2024 നാളെയാണ് പ്രസിദ്ധീകരിക്കുക. അതേപോലെ തന്നെ അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഡേറ്റ് 3/7/2024 വരെയായിരിക്കും. അതേപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 4/7/2024 യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കും. ഇപ്പോൾ നേരത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ട്രയൽ അലോട്ട്മെൻറ്റ് 4/7 അപ്പോൾ എന്തായാലും കേരള യൂണിവേഴ്സിറ്റി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 4/7/2024 പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ശേഷം അതേപോലെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് 12/7 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് 22/7/2024 കേരള യൂണിവേഴ്സിറ്റി നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും കേരള യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നും ഓരോ അപ്ഡേറ്റുകളും കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ ഈ ചാനൽ ഓരോ ഘട്ടത്തിലും ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. ഇനി നാലാമതായിട്ട് കേരളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ PG അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് നമുക്ക് നോക്കാം. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ PG അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ അപേക്ഷ നൽകുവാനുള്ള ഡേറ്റ് ജൂലൈ 10 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലെ മറ്റു യൂണിവേഴ്സിറ്റികളേക്കാൾ കൂടുതൽ സമയം ഓൾറെഡി കണ്ണൂർ യൂണിവേഴ്സിറ്റി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ PG അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ പ്രധാനപ്പെട്ട ഗവൺമെൻറ് അതേപോലെ എയ്ഡഡ് സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ വിദ്യാർത്ഥികൾക്ക് PG അഡ്മിഷന് ഇനി ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളിൽ ഡിഗ്രിയുടെ റിസൾട്ട് വരാൻ ബാക്കിയുള്ളവർക്കൊക്കെ
കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ജൂലൈ 10-ാം തീയതി വരെ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റും അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സ്വന്തമായിട്ട് അപേക്ഷ നൽകുവാൻ സാധിക്കുന്ന രീതിയിലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇനിയും അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് നോട്ട് ചെയ്യുക. admission.kannur.university.ac.in എന്ന വെബ്സൈറ്റിൽ വന്ന് PG അഫിലിയേറ്റഡ് ലിങ്ക് PG അഫിലിയേറ്റഡ് കോളേജ് എന്ന ലിങ്ക് കാണും സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലോട്ട് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഏതൊക്കെയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ പ്രോഗ്രാംസ് ഏതൊക്കെയാണ്, അതേപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഓരോ കാര്യം നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ആ രീതിയിൽ വിദ്യാർത്ഥികൾ ഇനിയും അപേക്ഷ കൊടുക്കാത്തവരുണ്ടെങ്കിൽ അപേക്ഷ കൊടുത്തിടുക. അപ്പോൾ എന്തായാലും ജൂലൈ 10-ന് ശേഷം വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കൊക്കെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെയും PG അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള അലോട്ട്മെൻറ്റ് സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും കൃത്യമായിട്ട് നമ്മുടെ ഈ ചാനൽ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ചാനൽ പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുവാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനാബിൾ ചെയ്യുവാനും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളിലെയും ഓൾമോസ്റ്റ് എല്ലാ കോഴ്സുകളിലെയും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അരിച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.